ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ദുബൈയിലുള്ള ഒരു ഈത്തപ്പഴത്തോട്ടമാണ് കേട്ടാ. വന്നോളി മക്കളെ, നമുക്ക് ഈത്തപ്പഴം തോട്ടം കാണാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഈത്തപ്പഴം തോട്ടത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഇതാണ് നമ്മളെ ഈത്തപ്പഴം തോട്ടം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ ഗൾഫിൽ ഈത്തപ്പഴം പഴുക്കാൻ തുടങ്ങുക. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഈത്തപ്പഴമൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിലേക്ക് വരാൻ തുടങ്ങി. ഇതിനൊക്കെ വല കെട്ടി വെച്ചിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഈ കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ വല കെട്ടി വെക്കുന്നത്. ഈത്തപ്പഴം ഒരുപാട് ഈത്തപ്പഴ മരങ്ങൾ ഇതിൻ്റെ ഒപ്പരോട്ട് കേട്ടോ. കണ്ടോളി, അടിപൊളി സൂപ്പർ ഈത്തപ്പഴം നല്ല പഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എമ്മാതിരി സാധനമാണെന്ന് നോക്കിക്കോ. ഇതാണ് നമ്മളെ ദുബായിലുള്ള ഒരു ഈത്തപ്പഴം തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഉണ്ട് കേട്ടോ മരങ്ങൾ, ഇഷ്ടം പോലെ ഈത്തപ്പഴ മരങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടിഭാഗത്ത് ഇത് വെള്ളത്തിന് വേണ്ടി ഫുൾ പൈപ്പും സിസ്റ്റമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. എന്താ രസം നോക്കിക്കോ ഈത്തപ്പഴം മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് മക്കളെ നമ്മുടെ ദുബായിലുള്ള ഈത്തപ്പഴം മരത്തിൻ്റെ വ്യൂ. ഒരുപാട് ഈത്തപ്പഴങ്ങൾ കാണാം, മുകളിലൊക്കെ പിടിച്ചിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ട്. കുറേ പാകമായതൊക്കെ ഇവർ പറിച്ചു കൊണ്ടുപോയി കേട്ടോ. ഇതിനിപ്പം പഴുക്കാനായതും പഴുത്തുകൊണ്ടേയിരിക്കുന്നതെല്ലാം ആയിട്ടുള്ള ഈത്തപ്പഴങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പഴുത്തോളടി കഴിഞ്ഞതൊക്കെ അവർ പറിച്ചു കൊണ്ടുപോയി. എന്നാലും എന്തൊരു രസമാണെന്ന് നോക്കി ഈത്തപ്പഴം മരം കാണാൻ തന്നെ. നല്ല തണൽ മരങ്ങളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നല്ല നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. എന്തായിക്കോട്ടെ, ഇതാണ് നമ്മുടെ ദുബായിലുള്ള ഈത്തപ്പഴത്തോട്ടം. ഈത്തപ്പഴം പിടിച്ചിട്ട് വേണ്ട അപ്പുറത്ത് മഞ്ഞ കളറായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളൊക്കെ അതൊക്കെ പറിക്കാനായ ഭാവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോസ്? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.